ഓൾ അപ്പോൾ വെൽക്കം ടു ഒരു ട്രെൻഡി ഓൾ വീഡിയോ. നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം ഒരു 2-3 months ആയിട്ട് ഞാനിപ്പോൾ ട്രെൻഡി ഓളിന്റെ ക്ലോത്ത്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മോഡസ്റ്റ് വെയർസ് ആണെങ്കിലും നമ്മുടെ നൈറ്റ് വെയർസ് ആണെങ്കിലും ഫോർമൽസ് ആണെങ്കിലും ഒക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു കുറെ ദിവസമായി വിചാരിക്കുന്നു കേട്ടോ ഒരു വീഡിയോ എടുത്തിട്ട്, കാരണം ഇതിന്റെ ക്ലോത്തിന്റെ ക്വാളിറ്റിനെ കുറിച്ചിട്ടൊക്കെ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ. പിന്നെ ഇതിന്റെ റിട്ടേൺ പോളിസീസ്, പിന്നെ നിങ്ങളുടെ സൈസ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് നോക്കിയെടുക്കാന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. ഫസ്റ്റ് ഞാൻ ഈ ആപ്പിനെ പരിചയപ്പെടുത്താം. ഇത് ആക്ച്വലി ഒരു ഓൺലൈൻ ആപ്പാണ്. നമ്മളുടെ ഷെയിൻ, ടെമു അങ്ങനെ ഉള്ളൊരു ഓൺലൈൻ ക്ലോത്തിങ് മാത്രമല്ല കേട്ടോ. ദേ ഹാവ് മെനി തിങ്സ്. ആക്സസറീസ് ഉണ്ട്, പിന്നെ ഇലക്ട്രോണിക്സ് ഉണ്ട്, ഷൂസ്, ബാഗ്സ്, പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉള്ളൊരു ഇ കൊമേഴ്ഷ്യൽ വെബ്സൈറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ആപ്പാണ് ട്രെൻഡി ഓൾ എന്ന് പറയുന്നത്. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് ആണ് ഞാൻ ഇവിടെ സൈറ്റിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. അപ്പൊ ഫസ്റ്റ് എടുക്കുന്നത് ഒരു മാക്സി വെയർ പോലത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് ഞാനത് സ്റ്റൈൽ ചെയ്ത സ്റ്റോറിയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. കുറച്ച് ലെങ്ത്തിലാണ് വരുന്നത് കേട്ടോ. ഇത് വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ പക്ഷെ അവർ സ്റ്റൈൽ ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഒരു വൈറ്റ് ഷർട്ടിന്റെ കൂടെയാണ്. അപ്പോൾ ഇതിന്റെ കൂടെ വൈറ്റ് ഷർട്ട് ഇല്ല, ഇത് ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ മേലെ സ്റ്റോൺ വർക്ക് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസാണ്. എനിക്കിത് ഇപ്പൊ അടുത്താണ് ഞാൻ ഓർഡർ ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു എന്റെ ഡെലിവറി. അപ്പോൾ ഇത് ഭയങ്കര രസമുള്ള ഒരു മെറ്റീരിയൽ ആണ്. നിങ്ങളുടെ സൈസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. മെറ്റീരിയൽ ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് തിരിക്ക്. രണ്ടാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബനിയൻ ക്ലോത്തിൽ വരുന്ന ഒരു സ്ലീവ്ലെസ് ടോപ്പാണ്. ഇത് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇത് നമുക്ക് 2 രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഇടാം. ഞാൻ ഇങ്ങനെ തന്നെ ഇടാറുണ്ട്. ഞാൻ സ്ലീവ്ലെസ് ഇടുന്ന ഒരാളാണ്, അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇടാറുണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു വൈറ്റ് ഷർട്ടോ ബ്ലാക്ക് ഷർട്ടോ അല്ലെങ്കിൽ ബനിയനോ അതിന്റെ മേലെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് ഒരു ക്ലോത്ത്. നല്ല ക്ലോത്തിങ് ആണ്. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 വട്ടെങ്കിലും മിനിമം വാഷ് ചെയ്തിട്ടുണ്ടാവും. വാഷ് ചെയ്തിട്ടും ക്ലോത്തിന് ഒന്നും പറ്റില്ല. നല്ലൊരു ക്ലോത്ത് ആണ് കേട്ടോ ഇത്. ഞാൻ കൂടുതലും ഡ്രസ്സ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാൻ 1 പീസ്, അതായത് സിംഗിൾ പീസസ് വരുന്ന ഡ്രസ്സസ് ആണ് കൂടുതൽ ഇടാറ്. എനിക്ക് ജീൻസ് ഇടുന്നതിനോടും ടോപ്പ് ഇടുന്നതിനോടും അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൽ ഓർഡർ ചെയ്തത് ഒട്ടുമിക്കാലും ഡ്രസ്സും സിംഗിൾ പീസസ് ആയിട്ടുള്ള ഫ്രോക്ക് ടൈപ്സ് ആണ്. അപ്പോൾ അടുത്തത് ഈ ഒരു മെറ്റീരിയലിലുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇത് ഈ ഒരു ഡ്രസ്സാണ്. ഇത് ഭയങ്കര ഒരു ബോഡി ഫിറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് ലൂസ് ആയിട്ട് ഡ്രസ്സ് ഇടുന്ന അല്ലെങ്കിൽ മോഡസ്റ്റ് വേസ് ലൂസ് ആയിട്ട് ഇടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഓപ്ഷൻ അല്ല. കാരണം ഇത് കുറച്ച് ബോഡി ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ഇടുന്ന ആൾക്കാർ ഇട്ടാലാണ് അവർക്ക് കംഫർട്ട് ആവുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമായി. ഇതും ഞാനൊരു 3-4 വട്ടം വാഷ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇത് ഫുള്ളാണ് കേട്ടോ. ലെങ്ത് ഇതിന്റെ ഒക്കെ ഫുള്ളാണ് വരുന്നത്. മാത്രമല്ല ഒരു സൈഡ് സ്ലിറ്റും കൂടി ഉള്ള ഒരു ഡ്രസ്സാണ്. ഇതിന് സൈഡ് സ്ലിറ്റ് ഉണ്ട്. നമുക്ക് പാർട്ടി വെയർസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും വാങ്ങിക്കാൻ, ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത്. ഇത് ഞാൻ പുറത്തേക്ക് ഡ്രസ് ചെയ്തിട്ടില്ല. ഇത് ഇപ്പൊ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ബോഡി ഫിറ്റിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള ഒരു മോഡലാണ്. സെയിം മെറ്റീരിയൽ ആണ് വരുന്നത്. ഇതിന്റെ പ്രിന്റ് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഒരു ബിൽഡിംഗ് പ്രിന്റ് ആണ് ഇതിൽ വരുന്നത്. ഇത് ഞാൻ ഫോട്ടോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പുറത്തേക്ക് ഇട്ടിട്ടില്ല ഇതുവരെ. ഇത് പുതിയതാണ്. ഇതിന്റെ ടാഗ് പൊട്ടിച്ചിട്ടില്ല. ഇതിന്റെ ടാഗ് പൊട്ടിച്ചിട്ടില്ല. അപ്പൊ അടുത്തത് ഇതാണ് കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ്. ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ക്ലോത്ത്സ് ആണ്. അപ്പൊ നമുക്ക് ഒരുപാട് കട്ടി തോന്നി അങ്ങനെയൊന്നുമില്ല. ഓഫീസ് വെയർസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി ഇടുന്ന ആൾക്കാരാണെങ്കിൽ. ഇത് സീ ത്രൂ ആണെന്ന് നമുക്ക് തോന്നും കേട്ടോ. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീ ത്രൂ അല്ല. ഇതിന്റെ അടിയിൽ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ കംഫർട്ട് ആയിരിക്കും. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡ്രസ്സാട്ടോ. ഇതും ബോഡി ഫിറ്റ് ടൈപ്പ് ആണ്. ബനിയൻ ക്ലോത്ത് തന്നെയാണ് വരുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇത്. ഇതിന്റെ നെക്ക് കുറച്ച് വൈഡ് ഓപ്പൺ ആണ്. അപ്പം ക്ലോസ് നെക്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇത് വാങ്ങിക്കണ്ട. കാരണം ഇതിന്റെ നെക്ക് ഓൾറെഡി കുറച്ച് വൈഡ് ഓപ്പൺ ആണ്. അപ്പം ചില ആൾക്കാർക്ക് അത് പ്രിഫർ ചെയ്യില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡ്രസ്സാണത്. ഇതാണ് ഈ ആക്ച്വലി ഇതല്ലാട്ടോ ഞാൻ വാങ്ങിക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഇതാണ് വാങ്ങിക്കുന്നത്. ഫസ്റ്റ് ഇതിന്റെ സെയിം മോഡലാണ്. അതിന്റെ കളർ ചേഞ്ചും കൂടെ ഞാൻ വാങ്ങിച്ചു. ബിക്കോസ് ഇതിട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഇത് വാങ്ങിച്ചു. രണ്ടും നല്ല മെറ്റീരിയൽ ആണ്. ഞാൻ ഒരുപാട് വാഷ് ചെയ്തു. എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. മെറ്റീരിയലിനൊന്നും പറ്റാത്തൊരു മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് എന്തായാലും വാങ്ങിക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ ആട്ടോ. ഇതിപ്പോൾ അടുത്ത് വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതും ഒരു സിംഗിൾ പീസ് മാക്സി ഡ്രസ് പോലത്തെ ഒരു പാർട്ടി വെയർ ഒക്കെ തന്നെയാണ്. ഇതിനും ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ നെക്ക് കുറച്ച് അധികം
വൈഡ് ഓപ്പൺ ആണ്. ഇതിന് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ സ്ട്രാപ്ലെസ് ആയിട്ടുള്ള ഇന്നർ യൂസ് ചെയ്യണം. പക്ഷേ ഇനിയിപ്പോ ഇത് ഇടണം, പക്ഷെ ഇത് ഇത്രയും ഉപയോഗിക്കേണ്ടെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇന്നേഴ്സ് യൂസ് ചെയ്യാം. ക്രോപ്പ് ടോപ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭാഗം അത് കവർ ചെയ്ത് നിന്നോളും. ബ്ലാക്ക് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വലിയ വൃത്തികേടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പക്ഷെ നല്ലൊരു മെറ്റീരിയൽ ആണ്. എനിക്ക് ഇതിന്റെ ഫോട്ടോ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. ഞാൻ സ്റ്റൈൽ ചെയ്ത് കാണിച്ചായിരുന്നു സ്റ്റോറിയിൽ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ്. ഡ്രസ്സിനോട് ഭ്രാന്തുള്ള ആൾക്കാർ ഉണ്ടാവില്ലേ? എനിക്ക് തോന്നുന്നു ലേഡീസിന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് ഈ ഡ്രസ്സൊക്കെ തന്നെയാണ്. നമ്മൾ ഇനി അടുത്ത് കാണിക്കുന്നത് ഷിഫോണിന്റെ ഒരു മെറ്റീരിയൽ ആണ്. ഇത് മോഡസ്റ്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഹിജാബ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു ബോഡി ഫിറ്റ് അല്ല, ഷിഫോണിന്റെ നല്ലൊരു ഗൗൺ മെറ്റീരിയൽ ആണ്. ഇത് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ ഒരു ഗൗൺ ആണ് കേട്ടോ ഇത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ ആണ്. നല്ല കംഫർട്ട് ആയിട്ടുള്ള, നല്ല വർത്ത് ഫോർ ദ മണി ആയിട്ടുള്ള ഒരു ഇതാണ്, ഗൗൺ ആണ് ഇത്. അപ്പോൾ ഇത് വാങ്ങിക്കേണ്ട ആൾക്കാർക്ക് ഇത് വാങ്ങിക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ സ്റ്റൈൽ ചെയ്ത വീഡിയോസ് ഉണ്ട്, പക്ഷെ ഞാൻ വീഡിയോ ആയിട്ട് ഇടാറില്ല, സ്റ്റോറി ആയിട്ടാണ് എപ്പോഴും ഇടാറ്. പിന്നെ ഈ ഒരു ഡ്രസ്സ്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതൊരു വൈറ്റ്, പ്യോർ വൈറ്റ് ആണ്, ഫുൾ പ്ലെയിൻ വൈറ്റ് ആണ്. ഇതും പറഞ്ഞ പോലെ തന്നെ ഇത് വൈഡ് ഓപ്പൺ ആണ് ഇതിന്റെ നെക്ക്. അപ്പം ഞാൻ ഹാഫ് ഷോൾഡേഴ്സ് ഡ്രസ്സ് ഇടുന്ന കൂട്ടത്തിലായതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ നമുക്ക് വെബ്സൈറ്റിൽ കാണുമ്പോൾ വിചാരിക്കും ഇത് ക്ലോസ് ഷോൾഡർ ആണ്. അല്ല, ഇതിന്റെ ഈ ഹാൻഡ് എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത്. നമുക്കിത് ഇങ്ങനെ കയറ്റിയിടാൻ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ ഇത് ലൂസ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഹാഫ് ഷോൾഡർ ഡ്രസ്സുകൾ ഇടുന്ന ആൾക്കാർക്ക് മാത്രം പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഇത്. പക്ഷെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. മാത്രമല്ല ഇതിന്റെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഞാൻ ഇട്ടിട്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ കഴുത്ത് യൂസ് ചെയ്യുന്ന ആൾക്കാർ മാത്രം ഇത് വാങ്ങിക്കാം. ടച്ചിൽ സംസാരിച്ചിട്ട് എനിക്ക് നന്നായിട്ട് വെള്ളം താഴ്ക്കുന്നു. അപ്പം അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ഗൗൺ ആണ് കേട്ടോ. ഇത് ശരിക്കും നല്ല ക്വാളിറ്റി ഉള്ള ഒരു കോട്ടൺ ഗൗൺ ആണ്. ഇത് മോഡസ്റ്റ് വെയർസിന് ഹിജാബ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫ്രണ്ട് പോർഷനും അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഹാൻഡും ആണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ സ്പോഞ്ച് ആണ് വെച്ചിട്ടുള്ളത്. നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പം ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത് ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇതൊക്കെ ലോങ് ടൈപ്പായിട്ടാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ ഡ്രസ്സുകളല്ല, അത്യാവശ്യം ഹൈറ്റിൽ എന്നെ പോലെ എൻ്റെ അത്ര ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡ്രസ്സാണ്. അടുത്തത് ഈ ഒരു ഡ്രസ്സാണ്. ഇത് നമ്മൾ ബീച്ച് വെയർസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് ഞാൻ പുറത്തേക്ക് വെയർ ചെയ്തിട്ടുണ്ട്, വാഷ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ ഷ്രിങ്ക് ആവത്തൊന്നുമില്ല. നല്ലൊരു എന്താ പറയാ, നമുക്ക് ബീച്ച് വെയർസും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ വെക്കേഷൻ ഡ്രസ്സ് ഒക്കെ പറയുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇതിന്റെ അടിയിൽ നമ്മൾ ഷോർട്സ്, ഇത് സീ ത്രൂ ആണ്, മെറ്റീരിയൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇവിടെ ഒരു സ്ലിറ്റ് ഒക്കെ വരുന്നുണ്ട്. മോഡസ്റ്റ് വെയർസ് ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ ഇതിന്റെ അടിയിൽ ജീൻസ് ഒക്കെ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് ഹിജാബ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അടുത്തുണ്ടോ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആണ്, നെറ്റിന്റെ മെറ്റീരിയൽ ആണ്. ഇതും സ്ലീവ്ലെസ് ആണ്, വൈഡ് ഓപ്പൺ നെക്ക് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇടുന്ന ആൾക്കാർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. പിന്നെ ഓപ്ഷൻ ഉണ്ട്, ഇതിന്റെ ഉള്ളിൽ ഷർട്ട് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഫേക്ക് കോളേഴ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് ഇതിന്റെ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഫേവറേറ്റ് ഡ്രസ്. പിന്നെ ഇത് ഫുൾ ആയിട്ട് കിടക്കുന്ന ഒരു ഡ്രസ്സാട്ടോ. അവിടെ തൂക്കിയിടാൻ പറ്റിയ ഇടായിരുന്നു കേട്ടോ. ഇത് ലെങ്ത് ഭയങ്കര കൂടുതലാണ്, താഴെ ഇങ്ങനെ കിടന്ന് വലിക്കും. പക്ഷെ ഭംഗിയുണ്ട് കേട്ടോ. നല്ല മെറ്റീരിയൽ ആണ്, ബനിയൻ ക്ലോത്ത് ആണ്. നിങ്ങളിപ്പോ ഹിജാബ് ഒക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ, മോഡസ്റ്റ് വെയർസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഓവർ കോട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരു ഇന്നർ ഫുൾ സ്ലീവോ ഹാഫ് സ്ലീവോ ഇന്നർ ഇട്ടിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇതും നല്ലൊരു മെറ്റീരിയലിന്റെ ഒരു ഡ്രസ്സാട്ടോ. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ മെറ്റീരിയൽ അത്ര കംഫർട്ടാണ്. ഇത് ഹിജാബിന്റെ കൂടെ ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. സാധാരണ ഓഫീസ് വെയർസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാട്ടോ. ഇതും ഫുള്ളാണ്,
ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് അത്ര ഫുൾ ആവില്ല, പക്ഷെ എന്നെ പോലെ ഒരു ഹൈറ്റ് ഉള്ള മീഡിയം ഹൈറ്റ് ഒക്കെ ആണെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഒറ്റ പീസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗൗൺ ടൈപ്പ് ഡ്രസ് ആണ് കേട്ടോ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഒരു അബായ ടൈപ്പ്, ഇപ്പോഴത്തെ മോഡേൺ അബായേഴ്സ് വരുന്നില്ല, ആ ഒരു ടൈപ്പാണ്. ഗൗൺ ആണ്, നല്ല താഴെ ഭാഗം നല്ല ലെങ്ത് ഉള്ള ഒരു ഡ്രസ്സാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ എപ്പോഴും ഇടാമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇതിന്റെ മെറ്റീരിയലും ഇതിന്റെ ഹാൻഡും ഇതിന്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ ഇത് കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു ഹാൻഡാണ്. അപ്പൊ കൈ പൊക്കുമ്പോൾ ഇത് മേലേക്ക് ചിലപ്പോൾ പോകും. അപ്പൊ അവർ ഇതിന്റെ ഉള്ളിൽ ഒരു ടൈറ്റ് ഇന്നറാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ മെറ്റീരിയൽ എന്തോ ഷിഫോണാണ്, സോഫ്റ്റ് ഷിഫോണാണ്. ഇതിന്റെ കൂടെ വൈറ്റ് ഹിജാബ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അല്ല ഞാൻ എപ്പോഴാ സ്റ്റൈൽ ചെയ്യാന്ന് എനിക്കറിയില്ല, എന്നാലും ഇതെപ്പോഴും ഞാൻ ഇടാന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സുകൾ പൊതുവെ യൂസ് ചെയ്യൽ കുറവാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയതാട്ടോ. അത് നമ്മുടെ ഈ 1 പീസ് ഐറ്റംസ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ഒറ്റയടിക്ക് കാണിക്കാൻ പറ്റില്ല. 2-3 മാസമായിട്ട് ഞാൻ എല്ലാ മാസവും ഒരു 10-15 ഡ്രസ്സുകൾ ഓർഡർ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതെല്ലാം കൂടി ഒറ്റ ഷോട്ടിൽ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള പിന്നെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രസ്സുകൾ ഞാൻ വാർഡ്രോബിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചതാണ്. നമുക്ക് ഇനി പെൻഡിങ് ഉണ്ട്. അപ്പൊ ഞാൻ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ആയിട്ട് ഇടാം. അപ്പൊ യൂട്യൂബിന് ഇത് മൊത്തം ഒരു പാർട്ട് 1 ആയിരിക്കും. ഇൻസ്റ്റാഗ്രാമിന് ചിലപ്പോൾ ഒരു 3, 4, 5, 6 ഒക്കെ ഉണ്ടാവും. അതിന് അടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പൊ അടുത്ത് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് ഞാൻ പുറത്തേക്ക് ഇട്ടിട്ടില്ല, പക്ഷെ നല്ലൊരു മെറ്റീരിയൽ ആണ്. ഹിജാബ്സിന്റെ കൂടെ മോഡസ്റ്റ് വെയർ, പിന്നെ നമുക്ക് ലൂസായിട്ട് സമ്മറിനൊക്കെ ഇടാൻ പറ്റുന്ന, ഇത് കാണുമ്പോൾ നല്ല കട്ടി തോന്നും, പക്ഷെ സമ്മർ വെയർ ആണ്, സമ്മറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന. മേലെ ഇങ്ങനെ വന്നിട്ട് കണ്ട ലൂസായിട്ട് നമുക്ക് ഡ്രസ്സ് ഇടുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കളക്ഷൻ ആണ്. ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ പാന്റ് വരുന്നുണ്ട് കേട്ടോ. നല്ല മെറ്റീരിയൽ ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പാന്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ കൂടി ഇടാം, ബനിയൻ ടൈപ്പിന്റെ കൂടെ ഇടാൻ പറ്റും. ഈ ടോപ്പും നമുക്ക് പെട്ടെന്ന് സന്ധിക്കൊക്കെ പോകണമെങ്കിൽ എന്തെങ്കിലും വലിച്ചു വാരി ഇടണമെങ്കിൽ ഒക്കെ ഇതൊക്കെ ഇടാൻ പറ്റും കേട്ടോ. നല്ല മെറ്റീരിയൽ ആണ്, ഇഷ്ടമുള്ള ആൾക്കാർ കണ്ണടച്ച് വാങ്ങിച്ചോ. ഇത് ഇതുപോലെ തന്നെ ഒരു കോഡ് സെറ്റ് ആണ്, അതും ഒരു കോഡ് സെറ്റ് ആണ് കേട്ടോ. ഇതും ഒരു കോഡ് സെറ്റ് ആണ് അതുപോലത്തെ തന്നെ, പക്ഷെ ഇത് കോഡ് സെറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇത് ഓപ്പൺ ആണ്. ഇതൊരു ജാക്കറ്റും പിന്നെ ഒരു പാന്റും ആണ്. ഇതിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ അല്ല നമുക്ക് തീർച്ചയായിട്ടും ഇതിനുള്ളിൽ ഒരു ബനിയനൊക്കെ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഞാൻ മുന്നേ സ്റ്റൈൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതും ആ മെറ്റീരിയലും സെയിം ആണ്. എനിക്ക് കുറച്ച് വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ഇഷ്ടമാണ്. അപ്പൊ ഈ ഒരു സെറ്റ് അടിപൊളിയാണ് കേട്ടോ. പാന്റ് ഇതാണ് കേട്ടോ. മറിഞ്ഞാണ് കിടക്കുന്നത്, ഒന്ന് കൊഞ്ചം അഡ്ജസ്റ്റ് ചെയ്തോളൂ. വയ്യ ഇനി തിരിച്ചിടാൻ. ഇത് നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇതൊക്കെ ഞാൻ ഏകദേശം ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പം ഇത് വാങ്ങിക്കുന്ന ആൾക്കാർ മോഡസ്റ്റ് വെയർസ് ഒക്കെ ആയിട്ട് ഹിജാബിലൊക്കെ കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അതിന്റെ ബ്രേക്ക് ബാക്ക്. അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സിൽക്ക് ഷർട്ട്സിന്റെ ഒരു കളക്ഷൻ ആണ് കേട്ടോ. ഞാൻ അതിന്റെ 3 വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന്റെ വേറൊരു കളർ, പിന്നെ ഒരു ബ്ലാക്ക് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ബ്ലാക്ക് സ്കേർട്ടും എന്റെ ഒരു ഫ്രണ്ട് ഇട്ടുണ്ട്, പോയിട്ട് ഇതുവരെ തന്നിട്ടില്ല ഗൈസ്. വേണമെങ്കിൽ ഞാൻ ആ ഫ്രണ്ടിനെ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഉണ്ടോ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ട് തിരിച്ചിടാത്ത ഫ്രണ്ട്സ്? എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇത് ഈ ഒരു കളറിലുള്ളതാണ്. ഞാൻ പൊതുവെ ഇത് സ്റ്റൈൽ ചെയ്യുന്നത് നമ്മുടെ സ്കേർട്ടിന്റെ കൂടിയാണ്. ഈ സ്കേർട്ടും ട്രെൻഡിയോൾ സ്കേർട്ടാണ് കേട്ടോ. നല്ല ഫ്ലീറ്റ് ഉള്ള നല്ലൊരു സ്കേർട്ടാണ്, ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്കേർട്ടാണ്. ഇത് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഓഫീസിലേക്കൊക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇതിന്റെ ഫോട്ടോസ് എന്റെ അടുത്തുണ്ട്, ഞാൻ അറ്റാച്ച് ചെയ്യാം. സോ ഇതാണ് വേറൊരു കളക്ഷൻ. കളർ ചേഞ്ച് ആയിട്ടുള്ള ഒരു ഷർട്ടും പിന്നെ ഇതൊരു ബ്ലൂ സ്കേർട്ടാണ് കേട്ടോ. ആ നേരത്തെ കാണിച്ച സ്കേർട്ടിന്റെ സെയിം ഒരു ബ്ലൂ സ്കേർട്ട്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, നമുക്ക് ഓഫീസ് ഫോർമൽസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ കുറച്ച് സെമി ഫോർമൽസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു കോമ്പിനേഷൻ ആണ് ഈ ഒരു സിൽക്ക് ഷർട്ടും പിന്നെ ഈ ഒരു ഫ്ലീറ്റ് ആയിട്ടുള്ള സ്കേർട്ടും. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള 2 ബ്ലേസർ ആണ്, സോഫ്റ്റ് ബ്ലേസേഴ്സ് ആണ്, കനമൊന്നുമില്ല. നമുക്ക് സാധാരണ പണ്ട് നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എങ്ങനത്തെ ബ്ലേസർ ഇട്ടിരുന്നത്, നല്ല കട്ടിയുള്ള ബ്ലേസറുകൾ ഇട്ടിരുന്നത്. ഇതൊക്കെ ജസ്റ്റ് ബ്ലേസർ ആണെന്ന് ചോദിച്ചാൽ ബ്ലേസർ ആണ്, കട്ടിയെന്ന് വെച്ചാൽ കട്ടിയില്ല. നമുക്ക് സമ്മറിനൊക്കെ ഓഫീസ് ഡേയ്സ് മീറ്റിംഗ്സിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇതിന്റെ ഞാൻ വൈറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല അടിപൊളിയാണ്. ഇത് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്, പുറത്തേക്ക് പോയിട്ടുണ്ട്. എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ ഞങ്ങൾ എടുത്തൊരു ഇന്റർവ്യൂവിൽ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണത്. ഇത് ഒരു കാഷ്വൽ ഷർട്ടാണ്, നല്ല വർക്ക് വരുന്ന എംബ്രോയിഡറി വരുന്ന ഒരു ഷർട്ടാണ് കേട്ടോ. ഇതിന്റെ എംബ്രോയിഡറി കാണാൻ നല്ല ഭംഗിയാണ്.
മാത്രമല്ല പേൾസിന്റെ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഷർട്ടാട്ടോ. ഇതിന്റെ കൂടെ ഞാൻ ജീൻസ് ആണ് പെയർ ചെയ്തിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് സ്കേർട്ട് പെയർ ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ ജാക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ഉള്ളിൽ വൈറ്റ് ഇന്നറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കോട്ട് പോലെ അല്ലെങ്കിൽ ജാക്കറ്റ് പോലെ ഇത് പുറത്ത് യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു വൈറ്റ് ഷർട്ട്, ഇതാണ് നമ്മൾ ഇതിന്റെ കൂടെ ഫസ്റ്റ് പെയർ ചെയ്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പെയർ ചെയ്തിട്ട്. ഈ വൈറ്റ് ഷർട്ട് നമുക്ക് മൾട്ടി പർപ്പസിന് യൂസ് ചെയ്യാം. സ്കേർട്ടിന്റെ കൂടെ ഇടാം, പിന്നെ ജീൻസിന്റെ കൂടെ ഇടാം, ഇതുപോലെ ഇന്നർ പെയർ ചെയ്യണമെങ്കിൽ അതിന്റെ കൂടെ ഇടാം. നല്ല ഒരു പഫ് ഹാൻഡ് വരുന്ന ഒരു ഷർട്ടാണ്. അത്ര ലെങ്ത് ഇല്ല, നമുക്ക് ഇൻസൈഡ് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട്, പക്ഷെ നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ഉള്ള വരുന്ന കോട്ടന്റെ ഷർട്ടാണ് കേട്ടോ. അതിന്റെ കൂടെ ഒരു സ്കേർട്ടും കൂടി ഉണ്ട്. ഇത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു സ്കേർട്ട് കേട്ടോ. സി, ഇത് രണ്ടും പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇത് പൊതുവെ വൈറ്റിന്റെ കൂടെ പെയർ ചെയ്താലാട്ടോ ഭംഗി ഉണ്ടാവുക ഈ സ്കേർട്ട്. നല്ല രസമുണ്ടല്ലേ? ഇനി ഒരു എനിക്ക് തോന്നുന്നു ഞാൻ 5-6 സ്കേർട്ട് ട്രെൻഡിയോളിൽ വാങ്ങിയിട്ടുണ്ട്. ഇതൊരു പിങ്ക് കളറാണ്. ഇതൊരു കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. ഇതിന്റെ മെറ്റീരിയലും നല്ല മെറ്റീരിയലാണ്. ഞാൻ അതിന്റെ ബ്ലാക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പണ്ട് ഈ മെറ്റീരിയൽ എന്ന് പറയാന്ന് എനിക്കറിയില്ല, നമ്മളിങ്ങനെ പൊട്ടിച്ച് കളിക്കുന്ന ഒരു സാധനമില്ല, ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ കുമ്മള പോലെയുള്ള, അതുപോലെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ. അതും സ്കേർട്ടും ജീൻസിനൊക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റും. ഇതാണ് അതിന്റെ കളർ ചേഞ്ച്. നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. നമുക്ക് സ്കേർട്ടിന്റെ കൂടെ ജീൻസിന്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്നറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എടുത്ത് വെച്ചിട്ടുള്ള ട്രെൻഡിയോളിന്റെ കളക്ഷൻസ് മൊത്തം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. തന്നിട്ട് വേണം 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29 കളക്ഷൻസ് ഞാൻ ഇന്ന് കാണിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ കളക്ഷൻസ് കാണിക്കാം. പിന്നെ ഈ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് എന്റെ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 65% ഓഫ് കിട്ടും. ഇപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. കോഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഡ്രസ്സുകളൊക്കെ കാർട്ടിലിടുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മേലെ ഇറ്റ്സ് മീ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഡിസ്കൗണ്ട് കോഡ് യൂസ് ചെയ്യുക. 225 ദിറംസിനുള്ള 5 പീസസ് ആണ് നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുള്ളത്. കോഡ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കിട്ടുന്നത് വെറും 79 ദിറംസിനാണ്. അപ്പോൾ കോഡ് യൂസ് ചെയ്യാനായിട്ട് മറക്കണ്ട. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ ഡയറക്റ്റ് DM ചെയ്യാൻ പറ്റും കേട്ടോ.